ഇപ്പോൾ ധാരാളം പ്രേക്ഷകർ നമ്മളോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളെ തിരക്കി നിൽക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ആശങ്കപ്പെടരുത്, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട സാഹചര്യമില്ല. നമുക്ക് തിരയിൽ അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തന സംഘം അവിടേക്ക് എത്തുന്നുണ്ട്. ആർമിയുടെ 2 യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. നേവിയുടെ സംഘം കൂടി എത്തിയിട്ടുണ്ട്. ഇനി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാവും. ഇനിയൊരു 3-4 മണിക്കൂർ മാത്രമാണ്, 3.5 മണിക്കൂറാണ് ശരിക്കും നമുക്ക് കൃത്യമായി അവിടെ പ്രവർത്തിക്കാൻ കഴിയുക. കാരണം 5 മണി കഴിഞ്ഞാൽ വീണ്ടും ഇരുട്ട് പരക്കും. ഇരുട്ട് പരന്നാൽ മുണ്ടക്കൈ മേഖലയിൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാകും, ദുഷ്കരമാകും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വളരെ ചടുലമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ചൈത്ര നമുക്കൊപ്പം ചേരുന്നു. ചൈത്ര, നമസ്കാരം. എന്താണ് അവസ്ഥ? ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണോ നിങ്ങളുള്ളത്? നേരത്തെ ചില ആളുകൾ നമ്മളെ വിളിച്ചിരുന്നു. എന്താണ് അവിടുത്തെ നിങ്ങളുടെ അവസ്ഥ? ഇപ്പോൾ എമർജൻസി കേസുകളിനെ ഞങ്ങൾ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും പോകാനുള്ള ടൈം ആയിട്ടില്ല, കാരണം എമർജൻസി കേസസ് തന്നെ പോയിട്ടില്ല. ഒരു നിമിഷം, എമർജൻസി കേസ് ഉണ്ടോ ഇപ്പൊ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ? അതെ അതെ, അവിടെ പാറേന്ന് വന്ന് ഇടിച്ചതും പിന്നെ പുഴയിൽ ഒലിച്ച് വന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട ആൾക്കാരും പിന്നെ മണ്ണിന്റെ അടിയിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വണ്ടിയിൽ ഇരിക്കുകയാണ്. ഞാൻ ഒരാളെ കയറ്റി വിട്ടിട്ട് തിരിച്ച് ബംഗ്ലാവിലേക്ക് നടക്കുക. ഒരു നിമിഷം, അവരെ എവിടേക്ക് വിട്ടു? അവരെ റെസ്ക്യൂ ഇവരുടെ കയ്യിൽ കൊടുത്തോ? NDRFന്റെ കയ്യിൽ കൊടുത്തോ? അതെ അതെ, അവര് സേഫ് ആയിട്ട് സ്ട്രക്ചറിൽ കെട്ടി അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. എല്ലാവരിലും ജീവൻ ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ജീവൻ, എല്ലാവരും രക്ഷപ്പെടുത്തിയല്ലോ അല്ലേ നമ്മൾ? അതെ, എല്ലാവരെയും പറയാനില്ല, കിട്ടിയ ആൾക്കാർക്കൊക്കെ ജീവൻ ഉണ്ട്. ഇപ്പോ എത്ര പേര് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഉണ്ടാവും, IB ഉണ്ടാവും? ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇപ്പൊ ഒരു 10-200 പേരെങ്കിലും കാണും. കുറെ എമർജൻസി കേസുകൾ ഉണ്ട്. ഇനിയും എമർജൻസി കേസ് ഉണ്ടോ അവിടെ? ഇനിയും എമർജൻസി കേസ് ഉണ്ടോ? ഇതേപോലെ പെട്ടെന്ന് അറ്റൻഷൻ വേണ്ടുന്ന എമർജൻസി കേസ് ഉണ്ടോ? അങ്ങനെ 1-2 ഉണ്ടായിരുന്നു, ഇപ്പൊ കയറ്റി വിട്ടു. ഇപ്പൊ ഇനിയുള്ളത് ഇല്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും തലയ്ക്ക് അടി കിട്ടിയ ആൾക്കാർ വോമിറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളവും മറ്റും അവിടെ ലഭ്യമാവുന്നുണ്ടോ? വെള്ളമുണ്ടോ ആവശ്യത്തിന്? വെള്ളം, കുടിവെള്ളം ഇവര് മിനറൽ വാട്ടർ എത്തിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളമൊന്നും ഇല്ല, കറണ്ടൊന്നുമില്ല അവിടെ. ഓക്കെ ചിത്ര, ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ചൂരൽമലയ്ക്കും ഈ ഗ്രാമത്തിനും ഇടയ്ക്കാണ് അല്ലേ? മുണ്ടക്കൈ ഗ്രാമത്തിനും ഇടയ്ക്കല്ലേ? അതെ. ഓക്കെ, നമുക്ക് ആ വിവരം ഒന്ന് അറിയിക്കാം. ദീപക് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ ചൈത്ര, ഞങ്ങൾ ബന്ധപ്പെടാം. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. ചൈത്ര, ഞങ്ങൾ ബന്ധപ്പെടാം. ഞങ്ങൾ ആ കോൺടാക്ട് നമ്പറിൽ ഇടയ്ക്കൊന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾക്കിങ്ങനെ പല ലൊക്കേഷനുകളിൽ നിന്നായി ആളുകൾ വിളിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളാണെങ്കിലും ശരി, കാണാനില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. തീർച്ചയായും ചൈത്ര, ഞങ്ങൾ ഒന്നുകൂടി ബന്ധപ്പെടും. ചൈത്രയാണ് നമുക്കൊപ്പം ചെയ്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ. ദീപക്, ഒരു കാര്യം നമ്മുടെ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിനോട് പറയേണ്ടത്, ഈ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ 200ഓളം ആളുകളുണ്ട് എന്നാണ്. അവർക്കുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കണം. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റവന്യൂ അധികാരികളുണ്ടെങ്കിൽ മിനിസ്റ്റർ അടക്കിയിരിക്കുന്ന മിനിസ്റ്റർ K. രാജനെ നമുക്ക് ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹമാണ് അവിടെ റവന്യൂ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മിനിസ്റ്റർ K. രാജനെ നമുക്കൊന്ന് ബന്ധപ്പെട്ടാൽ നന്നായിരിക്കും. ദയവ് ചെയ്ത് നമ്മുടെ ഓഫീസിൽ അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്യണം. നമുക്ക് ഈ 2-3 വിവരങ്ങൾ അദ്ദേഹത്തോടു കൂടി ആരാഞ്ഞ് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും റെസ്ക്യൂ പ്രവർത്തകർക്ക് അവിടെ എത്തിയ ആളുകൾ ഇവരുടെ ലോക്കൽ നമ്പറുകൾ കൃത്യമായി നമ്മൾ മാധ്യമപ്രവർത്തകരിലൂടെ മാത്രമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു വഴിയുമില്ല. രക്ഷാപ്രവർത്തക സംഘം അങ്ങോട്ട് എത്തുന്നു. പക്ഷേ അപ്പോഴേക്കും ഇവരുടെ കോൺടാക്ട് നമ്പറുകൾ നമ്മുടെ സ്ക്രീനിൽ ഇവർ കണ്ട് നമ്മളെ വിളിക്കുന്നു. ആ വിവരം കൃത്യമായിട്ടും കൊടുക്കുക. നമ്മുടെ നമ്പർ കൃത്യമായിട്ടും ഒന്നുകൂടി നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. നിരവധി ആളുകൾ സ്പോട്ട് ചെയ്യുന്നു, ചിലരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നു, ആ ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, അബു മേപ്പാടി. അബു, നമസ്കാരം. എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞോളൂ. ആരുടെയെങ്കിലും എവിടെയാണ് അബു ഉള്ളത്? ഇപ്പോൾ സുരക്ഷിതരാണോ? സാറേ, ഞാൻ ഇവിടെ മേപ്പാടി. പറയൂ, കേൾക്കാം. സാറേ, ഞാനത് എന്റെ മോളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിരുന്നു. മകളാണോ? അല്ല, എന്റെ മകളല്ല, മകളെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് അവള്. ഇന്നലെ രാത്രി വരെ അവള് വോയിസ് ഒക്കെ അയച്ചിരുന്നു. മകളുടെ കൂടെ പഠിക്കുന്നത് മകളുടെ ഫ്രണ്ടാണ്? എന്റെ മകൾ അസ്നയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ വിവരം അറിയാൻ വേണ്ടി. പേരെന്താണ് ആ കുട്ടിയുടെ പേര്? സപ്ന. സപ്നയുടെ വീട് ഈ മുണ്ടക്കൈയിലാണോ? മുണ്ടക്കൈയില് എന്താണ് നമ്മുടെ അടുത്ത് പാടിയിലാണെന്ന് പറഞ്ഞു. മുണ്ടക്കൈ സഫ്ന, പാടിയിലുള്ള സഫ്ന അല്ലേ? അവരുടെ വാപ്പാന്റെ പേര് മുജീർ. ഓക്കെ, ആ വിവരം നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. നമ്മൾ അല്പസമയത്തിനകം അന്വേഷിച്ചിട്ട് തുടർന്നോളൂ, ചാനൽ കണ്ടോളൂ. നമ്മൾ 3-4 സ്ഥലങ്ങളിൽ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഞങ്ങളുടെ ഡെസ്കിൽ നിന്നുള്ളവർ അത് അന്വേഷിക്കും.
അന്വേഷിച്ചതിന് ശേഷം ഈ ചാനലിലൂടെ തന്നെ നമ്മൾ കൃത്യമായ വിവരം താങ്കൾക്ക് നൽകാം. സുരക്ഷിതമായിട്ടിരിക്കും എന്ന് നമുക്ക് കരുതാം. കാരണം IB-യിലൊക്കെ 200-ലധികം ആളുകളുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മകളോട് വളരെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയൂ. ഓക്കെ, താങ്ക് യു. നമ്മളോടൊപ്പം ചേർന്നത് അമ്മു മേപ്പാടിയാണ്. നിരവധി ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. ഡെസ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഡെസ്കിൽ നമ്മുടെ ഒരു ഡെസ്ക് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നമ്പറുകൾ എഴുതി വയ്ക്കുക. അതിനുശേഷം അബ്ദുൾ റസാഖിനെ വിളിക്കാം, ഒപ്പം തന്നെ ട്രൂ വാലിയിലുള്ള ആൾക്കാരെ വിളിക്കാം, IB-യിലുള്ള ചൈത്രയുടെ നമ്പറിൽ നമുക്ക് വിളിക്കാം. ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ താമസിക്കുന്നത്. ഇവരിൽ നിന്ന് നമുക്ക് വിവരം ശേഖരിച്ച് നമുക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ നമുക്ക് ഇവർക്ക് കൈമാറുകയും ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക്